ഇത് 2023 മോഡൽ സ്പ്ലെൻഡർ എക്സ്റ്റെക്കിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. 30,399 കിലോമീറ്ററാണ് ഇത് ഓടിയേക്കുന്നത്. ഈ ഒരു യൂസറിനിടയിൽ നമുക്ക് വന്നേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടയർ മാറിയിട്ടുണ്ട്, ചെയിൻ സ്പ്രോക്കറ്റും മാറി. ബാക്ക് ടയർ മാറുന്നത് ഏകദേശം 30,000 കിലോമീറ്ററിനോട് അടുത്താണ്. ചെയിൻ സ്പ്രോക്കറ്റും മാറിയത് 30,000 ആയ പിന്നെയാണ്. കൂടാതെ ഈ 30,000 കിലോമീറ്ററിനിടയ്ക്ക് ഞാൻ നേരിട്ടേക്കുന്ന പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിലേ കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ ആദ്യ സമയങ്ങളിലൊക്കെ ഞാനൊരു 94 സ്പ്ലെൻഡർ ഉപയോഗിച്ചാണ് യൂറോ 1. അപ്പോൾ അത് കരുതി ആരും നമുക്കങ്ങനെ പറഞ്ഞു തരാനൊന്നുമില്ലായിരുന്നു. ഇത് i3s ആയതുകൊണ്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കണമെന്നൊന്നും. കാരണം ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിക്ക് മിനിമം ഒരു 4 ലിറ്റർ പെട്രോളെങ്കിലും ടാങ്കിലുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. അതിൻ്റെ ഫിൽറ്റർ, ഫ്യൂൽ ഇഞ്ചക്ടർ ഒക്കെ കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് ആരും തന്നെ നമുക്ക് പറഞ്ഞു തരത്തില്ല. അതുപോലെ തന്നെ പഴയ ഒരു നിലവാരമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് എങ്ങും കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ വയറിംഗ് കിറ്റൊക്കെ എന്ന് കണ്ടില്ലയോ, വളരെ മോശമായ രീതിയിലാണ്. പിന്നെ അടുത്തിടയ്ക്ക് ഇതിൻ്റെ 30,000 കിലോമീറ്റർ ആയതിന് ശേഷം സ്റ്റാർട്ടറിൻ്റെ ബ്രഷ് എല്ലാം കൂടെ മാറായിരുന്നു. സ്റ്റാർട്ടർ തന്നെ മാറാനാണ് പറഞ്ഞത്. നമുക്ക് ഷോറൂമിൽ സ്റ്റാർട്ടർ അങ്ങനെ മാറാൻ പറയുമെങ്കിൽ നമുക്കിത് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രഷ് മാറി കഴിയുമ്പോൾ ഇത് വർക്കാവും, പിന്നെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രഷ് മാറി ഇപ്പോൾ നല്ലതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ 4 ലിറ്ററെങ്കിലും പെട്രോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. മറ്റ് കംപ്ലൈൻറ്റുകൾ അതുകൊണ്ടപ്പോൾ അങ്ങനെ വണ്ടി കാണിക്കുന്നില്ല. അതേസമയം പെട്രോൾ കുറഞ്ഞ് നമ്മളിത് ഓടിക്കുമ്പം ഓവർ ഹീറ്റ് ആവുകയും അതനുസരിച്ചുള്ള ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ വണ്ടി കാണിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സ്പ്ലെൻഡർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ എപ്പോഴും ഒരു 4 ലിറ്ററെങ്കിലും നിങ്ങളുടെ വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് വലിയ ചടങ്ങുകൾ, മിസ്സിങ്ങോ അല്ലെങ്കിൽ മറ്റ് ഫ്യൂൽ ഇഞ്ചക്ടറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈൻറ്റുകളോ ഒന്നും വരത്തില്ല. എനിക്കാണ് ഓൺ ആൻ ആവറേജ് കിലോമീറ്റർ കിട്ടുന്ന മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 73 to 75 വരെയൊക്കെയാണ്. വളരെ നല്ല മൈലേജ് തരുന്നൊരു വണ്ടിയാണ്. പിന്നെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഡെൻസിറ്റി നോക്കിയാണ് പെട്രോൾ അടിക്കുന്നത്. 730 അതിന് മുകളിലോട്ട് ഡെൻസിറ്റി കൊണ്ട് പെട്രോൾ മാത്രമേ അടിക്കാറുള്ളൂ. കാരണം മുൻപ് പല ചടങ്ങുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞ പെട്രോളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ അകത്ത് ഫിൽറ്റർ വരുന്നുണ്ട്. ആ ഫിൽറ്ററൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 4,500 രൂപയോളം ഷോറൂമിൽ നിന്ന് എക്സ്പെൻസ് ആയിട്ടുണ്ട് വണ്ടി എടുത്തതിന് ശേഷം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൂടുതലായിട്ട് വണ്ടിയെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കുകയും പിന്നെ കൂടുതലായിട്ട് ഇതിനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം ആണ് ഞാൻ പെട്രോൾ ഒരു 4 ലിറ്റർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും വണ്ടിക്കകത്ത്. കാരണം ഞാൻ ഡെയിലി ഒരു 100 കിലോമീറ്ററോളം വണ്ടി ഓടുന്നതാണ് എൻ്റെ ആവശ്യങ്ങൾക്ക്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 to 100 കിലോമീറ്ററൊക്കെ നമ്മൾ ഓടുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് സ്ഥിരമായിട്ട് ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് നടുവിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് ഒന്ന് അല്പം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇച്ചിരി കുഷ്യനൊക്കെ കൂട്ടി സീറ്റ് ഒന്ന് ഇച്ചിരി കൂടെ നമുക്ക് മോഡിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ആ ഒരു പറയത്തക്ക കംഫർട്ട് കിട്ടത്തില്ല. കാരണം ഇതിൻ്റെ വെയിറ്റ് കുറവാണ് വണ്ടി. ഇപ്പോൾ ഒരു വലിയ വോൾവോ പോലത്തെ ബസ്സിനെയൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴോ അല്ല നമ്മളെ ഈ ബസ് ഓവർടേക്ക് ചെയ്യുമ്പോഴോ നമുക്ക് കാറ്റടിച്ചിട്ട് കുലുങ്ങുന്ന പോലത്തെ ഒരു ഫീലാണ്. വണ്ടി സഹിതം നമ്മളെ അനക്കും. അത്രയ്ക്കും വെയ്റ്റ്ലെസ് ആണ് ഈ വണ്ടി, വെയിറ്റ് കുറവാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ മൈലേജ് കൂടുതൽ കിട്ടുന്നത്. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക. പെട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പറായിട്ട് വണ്ടി സർവീസ് ചെയ്യുക. അതിന് നിങ്ങളിപ്പം ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യണമെന്നൊന്നുമില്ല. ഗ്രേഡുകളുടെ 2040 നല്ല ഓയിൽ തന്നെ മേടിച്ച് യൂസ് ചെയ്യുക. അപ്പം ഞാൻ ചെയ്തൊരു ഈ 30,000 കിലോമീറ്ററിൻ്റെ അഡീഷണലായിട്ട് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്കിമോളിയുടെ എൻജിൻ ഫ്ലഷും അതുപോലെ തന്നെ ഇഞ്ചക്ടർ ക്ലീനർ മേടിച്ച് ഉപയോഗിച്ചായിരുന്നു. അതിനുശേഷം വണ്ടി നല്ല ഒരു പെർഫോമൻസാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്കും ഒരു 20,000 കിലോമീറ്ററിൻ്റെ ഇടയിലൊക്കെ ചെയ്യാൻ പറ്റും. മൈലേജ് ഇച്ചിരി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. മിസ്സിങ് പ്രശ്നങ്ങൾ കുറവാണ്. പിന്നെ ഡെൻസിറ്റി കൂടിയ പെട്രോൾ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ മൈലേജും കിട്ടും. കംപ്ലൈൻറ്റ് നമുക്ക് വണ്ടിക്ക് കുറവായിരിക്കും. പിന്നെ പഴയ സ്പ്ലെൻഡറും ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ഹോണ്ട ഹീറോയിൽ നിന്ന് മാറിയതിന് ശേഷം, അതായത് 2011 ശേഷം ഇറങ്ങുന്ന വണ്ടികളിലും പ്രകടമായ മാറ്റങ്ങളുണ്ട്. പഴയ യൂറോ 1 സ്പ്ലെൻഡറൊക്കെ ഉപയോഗിച്ചവർക്കറിയാം അടിപൊളി മൈലേജും കംഫർട്ടുമായിരുന്നു വണ്ടി. പക്ഷെ ഇപ്പോഴത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വാഹനങ്ങൾക്കുള്ള പോലെ തന്നെ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഇപ്പോഴും സ്പ്ലെൻഡറുണ്ട്. ഫസ്റ്റ് നമ്മളിട്ട് കയറ്റമൊക്കെ കയറുമ്പോൾ ഒരു വൈബ്രേഷനുണ്ട്.
അത്യാവശ്യം ഭാരമുള്ള ഒരാൾ പുറകിലിരുന്ന് ഞാൻ ഫ്രണ്ട് പൊങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഫ്രണ്ട് പൊങ്ങി വണ്ടി മറിയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പ്ലെൻഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, കാരണം സാധാരണഗതിയിൽ സാധാരണപ്പെട്ട ആൾക്കാരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്ന സഹോദരങ്ങൾ, അതുപോലെ തന്നെ കൊറിയറിൻ്റെ സർവീസിൽ ഓടുന്നവർ, ഡെയിലി ജോലിക്ക് പോകുന്നവർ, കമ്പനി എക്സിക്യൂട്ടീവുകളൊക്കെയാണ് ഡെയിലി വർക്ക് ചെയ്യുന്നവർ, ഇവരൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത്തരം ആൾക്കാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. പക്ഷേ നമ്മുടെ യാത്രകൾ ഒരു 100 കിലോമീറ്റർ താഴേക്ക് ചുരുക്കാമെങ്കിൽ കണ്ടിന്യൂസ് വണ്ടി റൺ ചെയ്യാതെ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഇട്ട് നമുക്ക് ഓടിക്കാമെങ്കിലും നമുക്ക് ഒരു പക്ഷേ വലിയ മറ്റ് ചടങ്ങുകളൊന്നും ഉണ്ടാകാതെ വണ്ടി, കാരണം നന്നായിട്ട് ഹീറ്റാകുന്നൊരു വണ്ടിയാണിത്. നന്നായിട്ട് ഹീറ്റാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇത്തരം ഹീറ്റിംഗ് ഇഷ്യൂസൊക്കെ വളരെ കുറവായിരിക്കും നിങ്ങൾ. പിന്നെ ബാക്കി ഉള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, കറക്റ്റായിട്ട് ഓയിൽ മാറുക. ഒരു 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിൻ ഫ്ലഷ് യൂസ് ചെയ്യുക. 10,000 കിലോമീറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചക്ടർ ക്ലെൻസർ മേടിക്കാൻ കിട്ടും. ലിക്വിമോളിയുടെ ഒക്കെ അത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത് മേടിച്ച് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും എഞ്ചിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചക്ടറിനകത്ത് കരടടിഞ്ഞേച്ചുള്ളാകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. കാരണം ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് ഷോറൂമിൽ നിന്ന് നല്ല തുക അവർ ഈടാക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ എക്സ്പൾസ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. എക്സ്പൾസിനകത്ത് വരുന്ന അതേപോലത്തെ ഒരു ഫിൽട്ടർ സിസ്റ്റമൊക്കെയാണ് ഇഞ്ചക്ടറിന് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് നോക്കി മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ വലിയ ചടങ്ങുകളില്ലാതെ വണ്ടി കൊണ്ടു നടക്കാം. ഒരിക്കലും നമുക്ക് യൂറോ 1 പഴയ സ്പ്ലെൻഡറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയേ അല്ല. അതുമായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നല്ലതായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 30,000 കിലോമീറ്റർ വരെ ടയർ കിട്ടും. അതുപോലെ തന്നെ ചെയിൻ ആണെങ്കിലും നമുക്കൊരു 30,000 കിലോമീറ്റർ വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ചെയിൻ സ്പ്രോക്കറ്റൊക്കെ 30,000-ത്തിനൊക്കെ മാറിയാൽ മതി. ഫ്രണ്ടിലെ ടയർ ഇപ്പോഴും 30,000 കിലോമീറ്റർ ഓടി, ഇപ്പോഴും അത്യാവശ്യം കട്ടയുണ്ട്, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണത്തേക്ക് നമുക്ക് കാണാം. ബൈ.